ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നേ. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്താ എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഒരുപാട് വഴണ്ടൊന്നും വേണ്ട, ചെറിയൊരു വഴണ്ട് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മീൻ കറിയുടെ ചാറൊക്കെ നല്ല കുറുകിയ രൂപത്തിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചെറുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ആയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നേ. തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലക്കൂട്ട് ചേർക്കാം. അതിനായിട്ട് 2 സ്പൂൺ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ നിറയെ. ഇനി അതിലേക്ക് ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. കരിയാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിൽ കേട്ടോ. ചൂട് ആറിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയ ചൂടുണ്ട്, എന്നാൽ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ എണ്ണയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ പൊട്ടിക്കണം. 1 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പേസ്റ്റ് വേണ്ട കേട്ടോ. ഇത് പേസ്റ്റാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, അരിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ, പക്ഷെ ഇതിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മഴയാട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മഴയത്തൊക്കെ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ. മഴയുടെ സൗണ്ടും കാക്കയുടെ സൗണ്ടും അല്ലേ, രസമല്ലേ. ഇനി അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ചേർന്ന് തക്കാളി ഉള്ളിക്കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുത്തതിൻ്റെ കൂടെ വെള്ളം ചേർത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമുക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 കഷ്ണം, ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കിളിമീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 7 കിളിമീൻ്റെ അടുത്തുണ്ട് കേട്ടത്. അതൊക്കെ വലിയ കിളിമീനായിരുന്നു, അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ. നമുക്കത് കുറേശ്ശെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് മീൻ കിട്ടിയാലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും കഴിക്കാം, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഏത് മീൻ കറിയാണെങ്കിലും തേങ്ങ അരച്ച് നമ്മൾ കറി വെച്ചാൽ കുറച്ച് കേടാവും അല്ലേ, ചൂടാക്കിയില്ലെങ്കിൽ. ഇതിപ്പോൾ ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കേടാക്കില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നോക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ചെയ്തിട്ട് ഇനി നമ്മൾ സ്പൂൺ തിളക്കം ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് സ്പൂൺ തിളക്കം ചെയ്തിട്ട് പൊടിഞ്ഞ് പൊങ്ങി. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ജസ്റ്റ് ചതച്ചെടുക്കാം കേട്ടോ. പൊടിച്ചല്ല, ചതച്ചെടുക്കും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കത് അടച്ച് വേവിച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 15, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ, കാണുമ്പോൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഒരുപാട് ഇളക്കിയ നമ്മുടെ കറി കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്.